ഫ്രണ്ട്സ്, വെൽക്കം ടു മുല്ലാസ് കുചീന. ഞാനിന്നിവിടെ വളരെ ടേസ്റ്റിയായ ഒരു നാരങ്ങ അച്ചാറിൻ്റെ പ്രിപ്പറേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അച്ചാർ ഉണ്ടാക്കുന്നതിലേക്കായി ഞാനിവിടെ 10 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങ നമുക്ക് ആദ്യം തന്നെ ഒരു ഇഡലിത്തട്ടിൽ വെച്ച് 5 മിനിറ്റ് ആവി തട്ടിച്ച് എടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ നാരങ്ങ ആവി തട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ നാരങ്ങയും നന്നായി തുടച്ച് അതിൻ്റെ ഈർപ്പം കളഞ്ഞെടുക്കാം. നാരങ്ങ ഞാൻ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 25 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 7 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ നാരങ്ങ മുറിച്ചെടുക്കാം. നാരങ്ങ നമുക്ക് 4 കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ 8 കഷ്ണങ്ങളായിട്ടോ മുറിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയോരോന്നും മുറിച്ചെടുക്കാം. ഇവിടെ ഞാൻ നാരങ്ങ 8 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി നീളത്തിലരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകും വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അച്ചാർ ഉണ്ടാക്കുന്നതിലേക്കായി ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 8 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. എണ്ണ നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായി ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും അത്യാവശ്യം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അതിൻ്റെ വെള്ളമയമൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാവുന്നതാണ്. നമുക്കിനി ഈ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. നാരങ്ങ ഇനി വേവിച്ചെടുക്കേണ്ടത് ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ ആവി തട്ടിച്ചെടുത്ത നാരങ്ങയാണ്. നാരങ്ങ അല്പമൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് അടുത്തതായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതോടൊപ്പം 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് കയ്പ്പ് രസം മാറുന്നതിലേക്കായി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർക്കാം. ഈ കൂട്ട് നാരങ്ങയുമായി നന്നായി മിക്സ് ചെയ്തു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഇളം ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് വറുക്കുന്നതിലേക്കായി 1 ടീസ്പൂൺ കടുക് ചേർക്കാം.
ശേഷം ഇതിലേക്ക് 4 വറ്റൽ മുളകും കൂടി ഇട്ട് അല്പം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ അച്ചാറിൽ ചേർക്കുന്നതിലേക്കായി 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചൂടാക്കി തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്കിനി ഈ അച്ചാർ മിക്സ് ചെയ്തെടുക്കുന്നതിലേക്ക് വേണ്ടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് ഉലുവ, കടുക്, മുളക് എന്നിവ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒപ്പം വിനാഗിരി തിളപ്പിച്ച് തണുത്തതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി നാരങ്ങാച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാവുന്നതാണ്. ഉപ്പ് കുറവാണെന്ന് തോന്നുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്തായാലും നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് രേഖപ്പെടുത്താനും ശ്രമിക്കുക. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത് തന്നെ ഞാൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.